ഹരിയും ഇന്ന് നമ്മൾ ഒരു കഥ ശ്രവിക്കാൻ പോവുകയാണ്. ഭഗവാന് ഭക്തരോടുള്ള വാത്സല്യത്തെ അഭിവ്യക്തമാക്കുന്ന വളരെ സുന്ദരമായ ഒരു കഥയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിന് വളരെയധികം പ്രചാരം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് പല വെർഷൻസിലാണ് ആ കഥ വർണ്ണിക്കപ്പെടുന്നത്. ഓരോ വെർഷനിലും കഥാപാത്രത്തിൻ്റെ പേരിൽ വ്യത്യാസം കാണാനുണ്ട്. നടന്ന സംഭവങ്ങളിലും ചെറിയ ചെറിയ ഭേദങ്ങൾ കാണാനുണ്ട്. എന്നിരുന്നാലും പ്രധാന സംഭവം എല്ലാ കഥകളിലും ഒരുപോലെ ശോഭിക്കുന്നു. അപ്പം അതിൻ്റെ ആ സാരത്തെ നമുക്കൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഒരുപാട് വർഷങ്ങൾ മുമ്പ് നടന്ന സംഭവമാണ്. ദക്ഷിണ ഭാരതത്തിലാണ് ഇത് നടക്കുന്നത്. ഇവിടെ ഒരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയോടുകൂടി ഒരു ചെറിയ വീട്ടിൽ ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. അവർക്ക് ധനമൊന്നും അധികം ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ഭക്തി ഉണ്ടായിരുന്നു. രണ്ടുപേരും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമഭക്തരായിരുന്നു. ഈ പണ്ഡിതന് ഒരുപാട് അറിവുണ്ടായിരുന്നു. ശാസ്ത്രങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ആ ജ്ഞാനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ശേഷിയും ഉണ്ടായിരുന്നു. കാരണം അറിവുള്ള എല്ലാവർക്കും അറിവ് കൊടുക്കാൻ സാധിക്കണമെന്നില്ല. ഇദ്ദേഹത്തിന് അറിവുമുണ്ടായിരുന്നു, അറിവിനെ കൊടുക്കാനുള്ള സാമർഥ്യവും ഉണ്ടായിരുന്നു. രണ്ടും ഭഗവത് കൃപ കൊണ്ടാണ് തനിക്ക് ലഭിച്ചത് എന്ന പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരല്പം പോലും അഹങ്കാരമോ മമത്വമോ അദ്ദേഹം പ്രദർശിപ്പിച്ചില്ല. തനിക്കുള്ള അറിവ് മുഴുവൻ ഭഗവാന്റേതാണ്, ഭഗവാന്റെ ദാനമാണ് എന്നുള്ള ഭാവത്തിൽ അതിനെ അദ്ദേഹം ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഭക്തർക്കൊക്കെ ഇത് അവകാശപ്പെട്ടതാണ് എന്ന ഒരു വിചാരത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിച്ചത്. അപ്പൊ അദ്ദേഹത്തെ ആര് സമീപിച്ച് അറിവ് ചോദിച്ചാലും സൗജന്യമായി അത് അവർക്ക് കൊടുക്കും. ഒന്നും പ്രതീക്ഷിക്കുകയില്ല. അവർ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിച്ച് അതുകൊണ്ടാണ് അദ്ദേഹം ഉപജീവനം നടത്തിയിരുന്നത്. അദ്ദേഹത്തെ സമീപിച്ചിരുന്നവരിൽ ഭൂരിഭാഗം പേരും ദരിദ്രരായിരുന്നു, കൊടുക്കാനൊന്നും ഇല്ലാത്തവരായിരുന്നു, അറിവിനോടുള്ള ദാഹം കൊണ്ട് വരികയായിരുന്നു. അവർക്ക് അറിവ് മുഴുവൻ സന്തോഷത്തോടു കൂടി കൊടുത്ത് അവരൊന്നും തന്നില്ലെങ്കിൽ പോലും അതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടായിരുന്നു. കാരണം അവർക്ക് അറിവ് കൊടുക്കുമ്പോൾ ഭഗവാൻ സന്തോഷിക്കുന്നു എന്ന ഭാവമായിരുന്നു അദ്ദേഹത്തിന്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ധനികരായ ചിലരും വരും. അവർ വന്ന് സംശയ നിവാരണം നടത്തി പോകുമ്പോൾ ദക്ഷിണ കൊടുക്കും. അതുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഭാര്യയും അദ്ദേഹത്തെ പോലെ തന്നെ മഹാഭക്തയായതുകൊണ്ട് അവർക്കും ഭഗവാന്റെ ഇച്ഛയാണ് ഇതെല്ലാം എന്നുള്ള ഒരു ബോധമുണ്ടായിരുന്നു. ആഗ്രഹങ്ങളൊക്കെ അവർക്കും വളരെയധികം കുറവായിരുന്നു. കിട്ടിയതിൽ സന്തോഷിക്കുക, അത് ഭഗവത് പ്രസാദമാണെന്ന് കരുതുക എന്ന രീതിയായിരുന്നു അവർക്കും. അതുകൊണ്ട് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കാൻ സാധിച്ചു. അങ്ങനെ കുറേ കാലം അദ്ദേഹം ജീവിക്കുകയാണ്. ആര് വന്ന് അറിവ് ചോദിച്ചാലും അത് അവർക്ക് കൊടുത്ത് അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു വിചാരമുണ്ടായി. ഭഗവാന്റെ വാണിയാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയ്ക്ക് ഒരു ഭാഷ്യം രചിക്കണം, തൻ്റെതായ രീതിയിൽ ഒരു ഭാഷ്യം രചിക്കണമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ ആ ഒരു പ്രയത്നത്തിന് അദ്ദേഹം ഏർപ്പെട്ടു. അപ്പൊ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എണീക്കും. കാലും കൈയും മുഖവും കഴുകി അദ്ദേഹം ഭഗവത്ഗീതയിലെ 5 ശ്ലോകങ്ങളെ എടുത്ത് അതിന് ഭാഷ്യം രചിക്കും. അത് രചിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കുളിക്കാൻ പോകും. കുറച്ച് ദൂരെ ഒരു കുളമുണ്ട്, അവിടെ പോയി കുളിച്ചു വന്നു കഴിഞ്ഞാൽ പ്രഭാത ഭക്ഷണം കഴിച്ച് പിന്നെ വരുന്ന ശിഷ്യർക്ക് ഉപദേശം കൊടുക്കാനായിട്ടാണ് സമയം ചെലവഴിച്ചിരുന്നത്. ഈ പതിവ് അദ്ദേഹം തുടർന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഒരു ദിവസം പ്രഭാതത്തിൽ അദ്ദേഹം എണീറ്റു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീറ്റു. കാലും കൈയും മുഖമൊക്കെ കഴുകി അദ്ദേഹം ഭാഷ്യം രചിക്കാനായിട്ട് മുറിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ധർമ്മപത്നി വിഷമിച്ച് നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. എന്തു പറ്റി എന്ന് ചോദിച്ചു. കാരണം പത്നിയും ഇദ്ദേഹത്തെ പോലെ തന്നെ നേരത്തെ എണീക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് അദ്ദേഹം കുളിച്ചു വരുമ്പോഴേക്കും ഭക്ഷണം തയ്യാറാക്കുമായിരുന്നു. അപ്പൊ എന്തു പറ്റി, എന്തിനാണ് വിഷമിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചു. പത്നി പറഞ്ഞു, ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നുമില്ല നമ്മുടെ അടുത്ത്, അപ്പൊ ഇന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ജലം മാത്രം കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. സാരമില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് പത്നിയെ ആശ്വസിപ്പിച്ച് തൻ്റെ മുറിയിലേക്ക് ചെന്നു. സാരമില്ല എന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം താൻ ഇത്രയും ആത്മാർത്ഥമായി ഭഗവാനെ ഭജിക്കുന്നു, ഭഗവാനെ സേവിക്കുന്നു, എന്നിട്ടും തനിക്ക് അന്നം പോലും ഭഗവാൻ തന്നില്ലാലോ എന്ന ഒരു വിചാരം മനസ്സിലുണ്ടായി. മഹാപണ്ഡിതനാണ്, ഭഗവാന്റെ പരമഭക്തനാണ്, പക്ഷെ ഒരു അല്പം നേരത്തേക്ക് ആ വിഷമം അദ്ദേഹത്തെ ബാധിച്ചു. അങ്ങനെയുള്ള ഒരു കലങ്ങിയ മനസ്സുമായിട്ടാണ് അന്നത്തെ ദിവസത്തെ ഭാഷ്യം രചിക്കാൻ അദ്ദേഹം ഇരുന്നത്. 9ാമത്തെ അധ്യായമാണ് അന്ന് ഭാഷ്യം രചിക്കുന്നത്. 21 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾക്കാണ് അന്ന് ഭാഷ്യം രചിക്കേണ്ടത്.
9-ാം അധ്യായം എന്ന് പറയുമ്പോൾ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറയുന്ന അധ്യായമാണ്. വളരെ ഗംഭീരമായ അധ്യായമാണ്. അപ്പം അതിലെ ഭാഷ്യം അദ്ദേഹം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 22-ാമത്തെ ശ്ലോകം അദ്ദേഹത്തിന്റെ മുമ്പിൽ തെളിഞ്ഞു. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യമായി എന്നെ ഏത് ജനങ്ങൾ ചിന്തിക്കുന്നുവോ, അനന്യമായി എന്ന് പറഞ്ഞാൽ അന്യനല്ലാതെ തൻ്റെ തന്നെ സ്വരൂപമായിട്ട് ഭഗവാനെ ആര് അറിയുന്നുവോ, ആ രീതിയിൽ ആര് പര്യുപാസത്തെ നന്നായി ഉപാസിക്കുന്നുവോ, അതായത് ഭഗവാനെ ഉപാസിക്കുന്ന സമയത്ത് ഭഗവാൻ സർവവ്യാപിയാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. സർവവ്യാപി ആയതുകൊണ്ട് തന്നിലുമുണ്ട്, തൻ്റെ സ്വരൂപം തന്നെ ഭഗവാനാണ് എന്ന ബോധമുണ്ടാവണം. തന്നിൽ നിന്നും അന്യമായ ഒരു വസ്തുവിനെ അല്ല ഉപാസിക്കുന്നത്, തൻ്റെ തന്നെ സ്വരൂപമായ ഭഗവാനെയാണ് ഉപാസിക്കുന്നത് എന്ന ഭാവത്തിൽ ഉപാസിച്ചാൽ അത് ശരിയായ ഉപാസനയാണ്. അങ്ങനെ ഉപാസിക്കുന്ന സമയത്ത് തേഷാം നിത്യാഭിയുക്താനാം, നിത്യാഭിയുക്തന്മാർ, അഭിയുക്തൻ എന്ന് പറഞ്ഞാൽ ആപ്തൻ എന്നാണ് അർത്ഥം, നേടേണ്ടത് നേടിയവൻ. എന്നെ ഉപാസിക്കുമ്പോൾ അനന്യമായിട്ട് ഉപാസിച്ചാൽ അവൻ എന്നെ നേടും. എങ്ങനെ നേടും? നിത്യാഭിയുക്താനാം, നിത്യമായി നേടും. അവനെ പിന്നെ ഞാൻ ഒരല്പം നേരത്തേക്ക് പോലും മറയുന്നില്ല, ഞാൻ നിത്യവസ്തുവാണെന്നുള്ള ബോധം അവനുണ്ടാവും. സദാ എന്നെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ അവന് സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ യോഗക്ഷേമം വഹാമ്യഹം, യോഗവും ക്ഷേമവും ഞാൻ വഹിക്കും. ഇത് ഭഗവാൻ കൃഷ്ണന്റെ വചനമാണ്. ഇവിടെ യോഗം എന്ന ശബ്ദത്തിന് ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യം കൊടുക്കുന്നത് ഇല്ലാത്തത് നേടുക എന്നുള്ളതാണ്. അപ്പൊ ഇല്ലാത്തതിനെ നേടുന്നത് യോഗം, അങ്ങനെ നേടിയിട്ടുള്ളതിനെ നിലനിർത്തുന്നത് ക്ഷേമം. നമ്മൾ ഇവിടെ ഭഗവാനെ ഉപാസിക്കുന്നത് നല്ല ജീവിതത്തിന് വേണ്ടിയാണ്. നല്ല ജീവിതം ഉണ്ടാവണമെങ്കിൽ ചതുർവിധ പുരുഷാർത്ഥങ്ങളും ലഭിക്കണം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത് 4 ലഭിക്കണം. അങ്ങനെ ലഭിക്കാനായിട്ട് ഭഗവാനെ ഉപാസിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു, എന്നെ അനന്യമായിട്ട് ചിന്തിക്കണം. ഞാൻ മറ്റൊരാളാണ് എന്ന ഭാവത്തിൽ ചിന്തിക്കാതെ ഞാൻ നിന്റെ തന്നെ സ്വരൂപമാണ് എന്ന ബോധത്തിൽ, ആ തിരിച്ചറിവോടുകൂടി എന്നെ ഉപാസിക്കുക. ആത്മസാക്ഷാത്കാരം കിട്ടണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആത്മഭാവത്തിൽ ഉള്ളത് ഭഗവാനാണ് എന്ന ഭാവത്തെ വളർത്തി ഉപാസിക്കുക. അങ്ങനെ ഉപാസിക്കുന്ന സമയത്ത് ചതുർവിധ പുരുഷാർത്ഥങ്ങളെയും ഭഗവാൻ നൽകും. അതാണ് യോഗം. അതായത് ധർമ്മം ഏതാണ് എന്ന് വ്യക്തമായി കാണിച്ചു തന്ന് ആ ധർമ്മത്തെ നമ്മെ കൊണ്ട് ആചരിപ്പിക്കും. അങ്ങനെ ധർമ്മം ആചരിച്ചുകൊണ്ട് നമ്മൾ അർത്ഥം സമ്പാദിക്കും. അർഹതപ്പെട്ട അർത്ഥം ഉപയോഗിച്ചുകൊണ്ട് നേടേണ്ടതായ കാമങ്ങളെ മുഴുവൻ നമ്മൾ നേടും. അങ്ങനെ ആ ഒരു കാമ കർമ്മ ചക്രത്തിൽ നിന്നും മോചനവും ക്രമേണ നമ്മൾ നേടും, മുക്തരായി ഭവിക്കും. അങ്ങനെ ചതുർവിധ പുരുഷാർത്ഥങ്ങളും ഭഗവാനെ ആത്മഭാവത്തിൽ ഉപാസിച്ചാൽ നമുക്ക് നേടാൻ പറ്റും. അതാണ് യോഗക്ഷേമം വഹാമ്യഹം. അങ്ങനെ നേടുന്ന പുരുഷാർത്ഥങ്ങൾ ഭഗവാൻ തന്നെ പാലിക്കും. അതാണ് ക്ഷേമം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ അത് നഷ്ടമാവുകയില്ല, ഭഗവത് കൃപ കൊണ്ട് തന്നെ അത് നിലനിൽക്കും. അത് ഭഗവാന്റെ ഉറപ്പാണ്. യോഗക്ഷേമം വഹാമ്യഹം. വളരെ ഗംഭീരമായ ഒരു ശ്ലോകമാണിത്. ഭഗവാൻ ഭക്തർക്ക് നൽകുന്ന ഉറപ്പാണ്. പക്ഷേ അന്നത്തെ ദിവസം ആ ശ്ലോകം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യമാണ് തോന്നിയത്. കാരണം മനസ്സിൽ വിഷമം ബാധിച്ചിരുന്നു. മഹാഭക്തനായിരുന്നു, ഭഗവാന്റെ മഹിമയെ പരിപൂർണമായി ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും താൻ ഇത്രയും അധികം ഭഗവാനെ സേവിച്ചിട്ടും ഭഗവാൻ തൻ്റെ കാര്യം നോക്കിയില്ലാലോ എന്നൊരു വിചാരം മനസ്സിലുണ്ടായി. കാരണം ധർമ്മപത്നിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടില്ല. അന്നം മുട്ടാതെ കൊടുക്കണം എന്നുള്ള ഒരു വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലും ഇന്ന് ഇതാ സാധിച്ചിട്ടില്ല. ഇന്ന് വീട്ടിൽ അന്നമില്ല. ഈ ഒരു ഭാവത്തിൽ ഭക്തനെ ഇരുത്തുന്ന ഭഗവാനാണോ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നത് എന്ന ഒരു വിചാരമുണ്ടായി. അപ്പൊ ദുഃഖം ദേഷ്യമായിട്ട് പരിണമിച്ചു. ഒരല്പം നേരത്തേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് ക്ഷുഭിതമായി. അപ്പൊ നിയന്ത്രിക്കാൻ പറ്റാതെയായി പെട്ടെന്ന് വന്ന ആ ദേഷ്യം അദ്ദേഹത്തെ കൊണ്ടൊരു സാഹസം ചെയ്യിച്ചു. അദ്ദേഹം പേന എടുത്തുകൊണ്ട് ആ യോഗക്ഷേമം വഹാമ്യഹം എന്ന വരി വെട്ടി. ഭഗവാൻ വെറുതെ പറഞ്ഞതാണ്, ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞ് വെട്ടി. അത് വെട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ക്ഷുഭിതമാണ്, വല്ലാതെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ശാന്തത കിട്ടാതെ ഭാഷ്യം തുടരാൻ പറ്റില്ല. അപ്പൊ മനസ്സൊന്ന് ശാന്തമാക്കണം. അപ്പൊ ഇന്നത്തേക്ക് ഇവിടെ നിർത്താം, പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് മനസ്സ് ശാന്തമായാൽ തുടരാം എന്ന ഭാവത്തിൽ അദ്ദേഹം പേന അവിടെ വെച്ച് കുളിക്കാനായിട്ട് പുറപ്പെട്ടു. ഭാര്യ കണ്ടു. ഭാര്യ നോക്കിയപ്പോൾ മുഖത്ത് വല്ലാത്ത ദേഷ്യവും ദുഃഖവും ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ഭാര്യ ഒന്നും ചോദിച്ചില്ല. ഭർത്താവ് ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ ആ പണ്ഡിതൻ കുളിക്കാനായിട്ട് ദൂരെയുള്ള കുളത്തിലേക്ക് പോയി. ഭാര്യ അവിടെ ഇരിക്കുകയാണ്.
ഒന്നും ചെയ്യാനില്ല, പാചകം ചെയ്യാനൊന്നുമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വാതിൽക്കൽ ഒരു മുട്ടുന്ന ശബ്ദം കേട്ടു. ആരാണെന്ന് ചോദിച്ച് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ചെറിയ ഒരു കുട്ടിയാണ്, കറുകറുത്ത കുട്ടിയാണ്. നല്ല സൗന്ദര്യം ആ കുട്ടിയെ കാണാൻ, നല്ല തേജസ് ഉണ്ട് ആ കുട്ടിക്ക്. ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്, കയ്യിൽ വലിയ ഒരു കൊട്ട പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ആ കുട്ടിയെ നോക്കി, മോനെ നീ ആരാണ്, എന്തിനു വേണ്ടിയാണ് വന്നത് എന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞിട്ട് വന്നതാണ്, വീട്ടിൽ ഭക്ഷണമൊന്നും ഇല്ല എന്ന് കേട്ടു, അത് തരാൻ വേണ്ടി വന്നതാണ്, ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ആ കൊട്ട ആ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ അത് സ്വീകരിച്ചു നോക്കുമ്പോൾ ഒരു ദിവസത്തേക്കല്ല, ഒരു മാസത്തേക്കുള്ള സാധനം അതിലുണ്ട്. വളരെ ആശ്ചര്യത്തോടു കൂടി ആ പലചരക്ക് വിഭവങ്ങളെയൊക്കെ നോക്കി ആ കുട്ടിയെ ഒന്നും കൂടി നോക്കി, മോനെ നീ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ അടുത്തുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിയുടെ മുഖം നോക്കി എന്ത് പറയണമെന്നറിയാതെ പകച്ചുകൊണ്ട് അമ്മ നിന്നു. കാരണം അവരുടെ ഉള്ളിൽ അത്രയും നേരം ഉണ്ടായിരുന്ന ദുഃഖം ആനന്ദമായിട്ട് പരിണമിച്ചു. കണ്ണിൽ നിന്നും അശ്രു ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഭഗവാന്റെ മഹിമയാണിതെന്നവർ മനസ്സിലാക്കി. അങ്ങനെ ആ കൊട്ടയും പിടിച്ച് ആ കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ പരിചയം, അദ്ദേഹം എങ്ങനെയാണ് ഇത് കൊടുത്തയച്ചത്, എന്തൊക്കെയാണ് അദ്ദേഹം ഇതിന് തന്നത്, കാരണം എന്തെങ്കിലും കാശ് കൊടുത്താലല്ലേ കൊടുക്കും, അതോ നിങ്ങൾ ദക്ഷിണയായിട്ട് കൊടുത്തതാണോ എന്നൊക്കെ ചോദിക്കണമെന്ന് അമ്മയ്ക്കുണ്ട്. പക്ഷെ വാക്കുകൾ വരുന്നില്ല. കാരണം മനസ്സ് വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഭഗവാന്റെ മഹിമയോർത്തുകൊണ്ട് ഇങ്ങനെ നിറവോടുകൂടി നിൽക്കുകയാണ്. അപ്പൊ വാക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ആ കുട്ടിയെ നോക്കുമ്പോഴാണ് ആ അമ്മ ശ്രദ്ധിച്ചത്, ആ കുട്ടിയുടെ മുഖത്ത് ചെറിയ ഒരു കോറൽ കാണാനുണ്ട്. എന്തോ ഒരു മൂർച്ചയുള്ള വസ്തു കൊണ്ട് കോറിയ പോലെ കാണാനുണ്ട്. ആ പാട് കണ്ടപ്പോൾ, അത് ഇപ്പോൾ മുറിഞ്ഞിട്ടുള്ളതാണ്, രക്തം ചെറുതായി അവിടെ കാണാനുണ്ട്. അത് കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. മോനെ ആരാ ഇത് ചെയ്തത്, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളുടെ ഭർത്താവ് കോറിയതാണ് എന്ന് പറഞ്ഞു. വല്ലാത്ത ദേഷ്യവും ദുഃഖവും വന്നു. മോനെ നിക്ക്, ഞാൻ ഇപ്പോൾ തന്നെ പരിഹാരം ചെയ്തു തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടി കുറച്ച് മഞ്ഞൾ കൊണ്ടുവന്ന് പുരട്ടി ചന്ദനത്തോടു കൂടി ചേർത്ത് അതിൽ തേച്ചു കൊടുത്തു. ഇത് ഉണങ്ങിക്കോളും, പേടിക്കണ്ട എന്ന് പറഞ്ഞ് അത് പുരട്ടി കൊടുത്തു. വളരെ സന്തോഷം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആ അമ്മയുടെ തോളിൽ ഒന്ന് തട്ടി ആ കുട്ടി ഓടിപ്പോയി. അപ്പോൾ ഓടിപ്പോകുന്ന കുട്ടിയെ എങ്ങനെ നോക്കി നിൽക്കാൻ, ഇത് ആരാ ഏതാ ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ആ കൊട്ട ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്, അവരൊരു ഭാഗത്ത് പോയിട്ടിരുന്നു. ഇപ്പോൾ അവരുടെ മനസ്സിൽ വളരെയധികം ദേഷ്യമാണ് ഭർത്താവിനോട്. ഇത്രയും കോമളമായ ഒരു കുട്ടിയുടെ മുഖത്താണ് ഇദ്ദേഹം കോറിയിരിക്കുന്നത്, അതും അന്നം കൊണ്ടുവന്ന് കൊടുത്ത കുട്ടിയോട്. ഇങ്ങനെ ദേഷ്യം കാണിക്കേണ്ട എന്ത് ആവശ്യമാണ് ഈ മനുഷ്യനുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് അവരവിടെ ഇരിക്കുകയാണ്, വളരെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭർത്താവ് കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അദ്ദേഹം വീട്ടിന്റെ അകത്തേക്ക് കയറിയതും ഭാര്യയെ ഒന്ന് നോക്കുന്ന സമയത്ത് വല്ലാത്ത രൗദ്രഭാവത്തിലാണ് അവരിയ്ക്കുന്നത്. ഇന്നിതുവരെ ഇങ്ങനെ ഒരു ഭാവം അദ്ദേഹം കണ്ടിട്ടില്ല. എന്തോ കാര്യമായി സംഭവിച്ചു എന്ന് മനസ്സിലായി. എന്തു പറ്റി എന്ന് ധർമ്മപത്നിയോട് ചോദിച്ചു. എന്ത് പറ്റാനാ, നിങ്ങൾ എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത് എന്ന് വളരെ ദേഷ്യത്തോടു കൂടി ഭർത്താവിനോട് ചോദിച്ചു. അദ്ദേഹത്തിന് വല്ലാത്ത ആശ്ചര്യമായി. എന്താണ് സംഭവിച്ചത്, വ്യക്തമായി പറയൂ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ കുട്ടിയെ കോറിയത് എന്ന് ചോദിച്ചു. ഏത് കുട്ടി, എനിക്കറിയില്ല, എനിക്കൊരു കുട്ടിയെയും അറിയില്ല. ഇവിടെ പലചരക്ക് നിങ്ങൾ കൊടുത്തയച്ചില്ല, ആ കുട്ടിയെ എന്തിനാ കോറിയതെന്നാ ചോദിക്കുന്നത്. പലചരക്കോ, എന്ത് പലചരക്കെന്ന് പറഞ്ഞ് അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ആ കൊട്ട കണ്ടു, നിറയെ സാധനം കണ്ടു. എന്താണ് സംഭവിച്ചത്, വിസ്തരിച്ച് പറയൂ എന്ന് ഭാര്യയോട് പറഞ്ഞു. ഭാര്യ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ് ആ മുറിവിൽ മരുന്ന് വെച്ച് കൊടുത്തത് കൂടി കേട്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. അശ്രു ധാരധാരയായി ഒഴുകി. അവിടെ തന്നെ ആ ഭാര്യയെ അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു. ഭാര്യ ആശ്ചര്യത്തോടു കൂടി എണീറ്റു. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. അദ്ദേഹത്തെ പിടിച്ചെണീപ്പിച്ചു. അദ്ദേഹം ഭാര്യയെ തൊഴുതുകൊണ്ട് പറഞ്ഞു, നീ എത്ര ഭാഗ്യവതിയാണ്, സാക്ഷാത് ജഗദീശ്വരനായ കൃഷ്ണനെയാണ് നീ കണ്ടതെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നമസ്കരിച്ചു. ഭാര്യയ്ക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലായത്, തൻ്റെ മുമ്പിൽ വന്ന് നിന്നത് സാക്ഷാത് ഉണ്ണിക്കണ്ണനാണെന്ന്. അപ്പൊ എന്തെന്നില്ലാത്ത ആശ്ചര്യത്തോടു കൂടി ഭർത്താവിനെ നോക്കി. ഭർത്താവ് നടന്ന കാര്യം മുഴുവൻ പറഞ്ഞു. ഞാൻ ആ യോഗക്ഷേമം വഹാമ്യഹം എന്ന് വെട്ടിയതാണ് ഭഗവാന്റെ മുഖത്ത് കണ്ട പാട്. ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാന്റെ വാക്കിനെ നിന്ദിച്ചാൽ ഭഗവാനെ നിന്ദിച്ചതുപോലെയാണ്. യോഗക്ഷേമം ഞാൻ വഹിക്കുമെന്ന് പറഞ്ഞാൽ വഹിച്ചിരിക്കും, അത് ഭഗവാന്റെ ഉറപ്പാണെന്ന് പറഞ്ഞ് ഭാര്യയെയും കൂട്ടി അദ്ദേഹം എഴുതാനിരുന്ന മുറിയിലേക്ക് ചെന്നു. ഭാര്യ മുറിവ് മരുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആ വെട്ടിയ വര കാണാനില്ല, ആ വര മാഞ്ഞിരിക്കുന്നു. അപ്പൊ ആ പാട് ഉണങ്ങിയിരിക്കുന്നു. ഭഗവാൻ യോഗവും ക്ഷേമവും വഹിക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അപ്പോൾ തന്നെ ആ പൂജാമുറിയിൽ ചെന്ന് ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ചു. പിന്നീട് തൻ്റെ വീട്ടിലേക്ക് വരുന്നവരോടൊക്കെ അദ്ദേഹം ഈ കാര്യം പറയുമായിരുന്നു. ഭഗവാൻ യോഗക്ഷേമത്തെ വഹിക്കുന്നവനാണ്. ആ പ്രകാരത്തിൽ തന്നെ ആ ഭാഷ്യത്തെ അദ്ദേഹം തുടർന്നു. അങ്ങനെ അത് പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. ഭഗവാന് ഭക്തരോടുള്ള വാത്സല്യമാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉപാസിച്ചാൽ, അതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അനന്യമായിട്ട് ഉപാസിച്ചാൽ,
കാരണം ഭഗവാനെ ഒരു അന്യദേവതയായിട്ട് നമ്മൾ കണ്ടാൽ നമ്മളിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. സർവവ്യാപിത്വത്തെ നമ്മൾ ചെറുതാക്കുകയാണ്. കാരണം നമ്മളിലില്ല, അന്യമായ ഒരു വസ്തുവാണ്. എന്നാൽ ഭഗവാൻ സർവവ്യാപിയാണ്, സർവാന്തര്യാമിയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ബോധസ്വരൂപമായി ചൈതന്യമായി ശോഭിക്കുന്നവനാണ് നാരായണൻ എന്ന് മനസ്സിലാക്കി ആ ഭഗവാനെ ഉപാസിക്കുക. ഉപാസന നമ്മൾ ദ്വൈതത്തിൽ തന്നെയാണ്, രണ്ടെന്ന ഭാവത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഭാവം ആത്മഭാവത്തിലായിരിക്കണം. ഭഗവാന്റെ സ്വരൂപം ആത്മബോധമാണെന്നുള്ള ഭാവത്തിൽ അനന്യമായിട്ട് ഉപാസിക്കുക. അതാണ് ഭഗവാന്റെ യഥാർത്ഥ ഉപാസന. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഉപാസന അനന്യമായ ഉപാസനയാണ്. അതല്ലാത്തത് അവിധിപൂർവകമാണെന്ന് തുടർന്നുള്ള ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു. ശരിയായ രീതിയിലുള്ള ഉപാസനയല്ല, അന്യദേവതാഭാവത്തിലുള്ള ഉപാസന ശരിയായ ഉപാസനയല്ല. അപ്പോൾ അനന്യമായ ഭാവത്തിൽ നമ്മൾ ഭഗവാനെ ഉപാസിച്ചാൽ, നമ്മുടെ ആത്മാവായി ശോഭിക്കുന്നവനാണെന്നുള്ള ബോധത്തിൽ ഭഗവാനെ ഉപാസിച്ചാൽ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും. അത് ഭഗവാന്റെ ഉറപ്പാണ്. അപ്പോൾ ഭഗവാന്റെ മഹിമയെയും ഭഗവാന്റെ വാക്കായ ഭഗവത്ഗീതയുടെ മഹിമയെയും ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഇത്രയും മഹിമാവുള്ള ആ ഭഗവാനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമിക്കുക. ഭഗവാന്റെ മഹിമയെ വ്യക്തമാക്കുന്ന ഈ ആഖ്യാനത്തെ ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.